നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ അവരുടെ സുഹൃത്തുക്കളോട് നിങ്ങളെ പറ്റി എന്തായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക എന്ന് കേട്ടോ. പേജ് ഓഫ് പെൻഡക്കിൾസ്, ഓക്കെ. കിങ് ഓഫ് വാൻഡ്സ്, സ്ട്രെങ്ത്, നയൻ ഓഫ് വാൻഡ്സ്, എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ്, നൈറ്റ് ഓഫ് വാൻഡ്സ്, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് ടെമ്പറൻസ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റി എന്തോ കണ്ടിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് അവരുടെ സുഹൃത്തുക്കളോട് ഡിസ്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഞാൻ ഫോട്ടോ കണ്ടിരുന്നു, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് വന്നിരുന്നു. ഓക്കെ, അങ്ങനെ അതിൽ കണ്ടിട്ടുള്ള എന്തോ കാര്യത്തിനെ കുറിച്ച് അവരുടെ സുഹൃത്തുക്കളോട് ഡിസ്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നു കേട്ടോ. റെഗുലറായിട്ട് അപ്ഡേറ്റ് നോക്കാറുണ്ട്. അവർക്കൊരു മെസ്സേജ് അയച്ചിരുന്നു, അല്ലെങ്കിൽ മെസ്സേജ് വന്നിരുന്നു, അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ. എൻ്റെ പേഴ്സണിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയില്ലേ, അതുപോലെ ഡിസ്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നു കേട്ടോ. കിങ് ഓഫ് വാൻഡ്സ് വെച്ചിട്ട് അവർക്ക് നിങ്ങളോട് എത്ര ഇഷ്ടമുണ്ട് എന്നുള്ളത് അവർ കൺവേ ചെയ്യാണ്. ഇവർ പറയാണ്, എൻ്റെ പേഴ്സണെ എനിക്ക് ഏറ്റവും റെസ്പെക്റ്റുമാണ്, അത്രയും തന്നെ സ്നേഹവുമാണ്, ഇഷ്ടമാണ്. അവരുടെ പെരുമാറ്റം, അവരുടെ ചിരി, അവരുടെ മുഖമൊക്കെ കാണുക തന്നെ വേണം എന്ന് നമ്മൾ പറയില്ല. അതുപോലൊരു വ്യക്തിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, എനിക്ക് അവർക്ക് പകരം വെക്കാനായിട്ട് വേറെ ആരും വേണ്ട എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ. ചില തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട് എന്ന് അവർ ഫീൽ ചെയ്യുന്നു. നിങ്ങൾ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് അവർ പറയുന്നു. പല തടസ്സങ്ങളായിരിക്കാം. എന്ത് തടസ്സങ്ങൾ തന്നെയായാലും നിങ്ങളെ തന്നെ കുറച്ച് റെസ്ട്രിക്റ്റ് ചെയ്യുന്നു എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നും അവരുടെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ജോലിയിൽ തിരക്കുള്ള വ്യക്തിയാണ്, ജോലിയിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ ജോലിയിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലും അവർ പറയുന്നുണ്ട്. ഓക്കെ, എന്ത് തടസ്സങ്ങൾ തന്നെ ആയാലും അവർ ക്ഷമയോടെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നും അവർ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന കാര്യം അവർ ആലോചിക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ടും ഉടനെ നിങ്ങൾ തമ്മിൽ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. അവരതിനെ പറ്റിയും അവരുടെ സുഹൃത്തുക്കളോട് പറയുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ പേഴ്സൺ കുറച്ച് റിലീജിയസ് ആയിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ടെമ്പറൻസ് വെച്ചിട്ട്. അപ്പോൾ അവർ പറയുന്ന പ്രാർത്ഥിച്ചിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടും, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള തടസ്സങ്ങൾ എല്ലാം മാറി നിങ്ങൾ ഫ്രീ ആവണം എന്ന് അവർ പ്രാർത്ഥിച്ചിരുന്നു എന്നും അവർ പറയുന്നുണ്ട് കേട്ടോ. വേൾഡ് വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും തന്നെ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാൻ സാധ്യതയുണ്ട്. ആ ഡിസ്റ്റൻസ് അവരെ വളരെയധികം ബോദർ ചെയ്യുന്നുണ്ട് എന്നും അവർ പറയുന്നു അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് കേട്ടോ. പേജ് ഓഫ് വാൻഡ്സ് വെച്ചിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യണം, നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അതും അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഒരു മെസ്സേജ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുന്നു. മെസ്സേജ് ഒന്നും അവർ വിചാരിച്ച ലെവലിൽ വന്നു കാണില്ല, അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് വെച്ച് നിങ്ങളെ ഒരുപാട് സ്നേഹമാണ് അവർക്ക് എന്ന് തന്നെ അവരുടെ ഫ്രണ്ടിൻ്റെ